എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ ഓഗസ്റ്റ് 22-ന് നടക്കും. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോഴ്സ് അഡ്മിഷൻ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 23-നായിരിക്കും നടക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അലോട്ട്മെൻറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും സെമസ്റ്ററുകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് മുന്നേ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരിക്കുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും. കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം 2024 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 22-ന് നടത്തപ്പെടുന്നതാണ്. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 22-ന് 22/8/2024 കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. ഇത് കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ എന്ത് ചെയ്യുന്നു? ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 22/8/2024 ഓഗസ്റ്റ് 22-ന് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഓർത്തു വെച്ചോണം, സെനറ്റ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായി കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 22-ന് രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ എന്ത് ചെയ്യണം? രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യണം. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ രാവിലെ 8:30 മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ടൈമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതായത് ഇതിൽ പരാമർശിക്കുന്നത് നിങ്ങൾക്ക് സർക്കുലർ എന്ത് ചെയ്യാൻ സാധിക്കും? സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ സർക്കുലറും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം കഴിഞ്ഞ് വരുന്നവരെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് സെൻറ്ററിൽ വിദ്യാർത്ഥികൾ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് സെൻറ്ററായ സെനറ്റ് ഹാളിൽ വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശനത്തിനായി അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം നൽകി രക്ഷിതാവിനെ അയക്കാവുന്നതാണ്. അതായത് ഏതെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സെനറ്റ് ഹാളിലേക്ക് സമ്മതപത്രം കൊണ്ട് രക്ഷിതാവിന് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥിയുടെ സമ്മതപത്രം എഴുതി അടിയിൽ സിഗ്നേച്ചർ ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മാത്രം പങ്കെടുക്കാം. അതിന് കൃത്യമായി സമ്മതപത്രം നിങ്ങൾ കാണിക്കുകയും വേണം. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഹാജരാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളെയും എന്ത് ചെയ്യില്ല, സെനറ്റ് ഹാളിൽ വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾക്ക് സെനറ്റ് ഹാളിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രം സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെ അനുവദിക്കുന്നതാണ്. നിലവിൽ കേരള സർവകലാശാല അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. നിലവിൽ കേരള സർവകലാശാലയിൽ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ അത് കേരള സർവകലാശാലയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഇതിൽ പരിഗണിക്കാൻ പറ്റില്ല. അവരെ പരിഗണിക്കില്ലെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കേരള സർവകലാശാലയുടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഇൻക്ലൂഡിങ് TC ആൻഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ രേഖകളും TC, CC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ടായിരിക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജുകളും കോഴ്സുകളും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല.
അത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുക. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജോ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു മാറ്റം അനുവദിക്കുന്നതല്ല. ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ST SC വിഭാഗക്കാർക്ക് 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 1850 രൂപയും അടയ്ക്കേണ്ടതാണ്. അതായത് ഇതുവരെ യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാൽ SC ST കാറ്റഗറി 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർ 1850 രൂപയും യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് ആണ്. ഇതിനായി പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല. ഇതിനായി എന്ത് ചെയ്യില്ല, പ്രത്യേക സമയമൊന്നും അനുവദിക്കില്ല. സീറ്റ് ലഭിച്ചാൽ അപ്പം തന്നെ അടച്ചോണം നടത്താം. പ്രത്യേക സമയമൊന്നും അനുവദിക്കില്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത പേയ്മെൻറ്റ് റെസീറ്റിൻ്റെ കോപ്പി കൈവശം കരുതേണ്ടതാണ്. ഇതിനിപ്പോൾ നിങ്ങൾ മുൻപ് ഫീസ് അടച്ച വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 930, SC ST കാറ്റഗറി 930, ജനറൽ മറ്റ് സംവരണ വിഭാഗം 1850 രൂപ നിങ്ങൾ അടച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടച്ച ഫീയുടെ റെസീറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ റെസീറ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ റെസീറ്റിൻ്റെ ഒരു കോപ്പി ഹാജരാക്കിയാൽ മതിയാകും. ഒഴിവുള്ള സീറ്റുകളുടെ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രസിദ്ധീകരിക്കുന്നതാണെന്നുണ്ട്, പ്രസിദ്ധീകരിച്ചു കേട്ടോ. ഒഴിവുള്ള സീറ്റുകളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. വേക്കൻസി ഓക്കെ. അപ്പോൾ സെൽഫ് ഫിനാൻസ്, IHRD, സ്വാശ്രയ, UIT. അപ്പം സ്വാശ്രയ, UIT, IHRD കോളേജുകളിലെ ഒഴിവ് ഉള്ള ബിരുദ സീറ്റുകളിലേക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 23 നടത്തപ്പെടും. സ്വാശ്രയ, UIT, IHRD കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ എന്ത് ചെയ്യും, ഓഗസ്റ്റ് 23 നടത്തപ്പെടും. കേരള സർവകലാശാല അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്വാശ്രയ, UIT, IHRD കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 23 കോളേജ് തലത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് കോളേജിൽ ഓഗസ്റ്റ് 23 രാവിലെ 11 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതാത് കോളേജിൽ എന്ത് ചെയ്യണം, ഈ ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 11 മണിക്ക് മുമ്പായി നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ രീതിയിൽ തന്നെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. എല്ലാ കോളേജുകളിലും ഒരേ ദിവസം തന്നെയായിരിക്കും കേട്ടോ. അതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷിതാവ് പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് ഒന്നിലധികം കോളേജുകളിൽ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോളേജിലല്ലേ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രക്ഷിതാവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അയക്കാൻ സാധിക്കും. രക്ഷിതാവിനെ മാത്രമല്ല, ഒരു പ്രതിനിധിയെ, നിങ്ങളുടെ ഇപ്പം ഒരു വിദ്യാർത്ഥി പോകുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ സമ്മതപത്രം കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് വേറ്റൊരാൾക്കും പോകാൻ സാധിക്കും. വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരിടത്തല്ലേ പോകാൻ പറ്റൂ ഒരു സമയത്ത്. ഓക്കെ. രക്ഷിതാവോ പ്രതിനിധിയോ ആണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, വിദ്യാർത്ഥിയുടെ ഒപ്പിട്ട സമ്മതപത്രം, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രക്ഷിതാവോ പ്രതിനിധിയോ ആണ് ഹാജരാകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട്, അത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥി ഒപ്പിട്ട സമ്മതപത്രം, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, SLC +2 സർട്ടിഫിക്കറ്റുകളുടെ ഒരു കോപ്പി ആയി കരുതിയാൽ മതി കേട്ടോ. നിലവിൽ കേരള സർവകലാശാല അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. ഇത് കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളെ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് മാത്രമേ പറ്റൂ. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം അസൽ
സർട്ടിഫിക്കറ്റുകളും അതാദ്യം പറഞ്ഞ പോലെ ടി സി ഉണ്ടാവണം. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജുകളും കോഴ്സുകളും അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല. അത് മേളിൽ പറഞ്ഞ പോലെ തന്നെ ഇനി യാതൊരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാറ്റം അനുവദിക്കില്ല. അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ SC/ST കാറ്റഗറി പെടുന്ന വിദ്യാർത്ഥികൾ 930 രൂപ, ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് എന്ത് ചെയ്യണം 1850 രൂപ അത് അടയ്ക്കണം. ഇതിനായി പ്രത്യേക സമയം അനുവദിക്കില്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചവർ പേയ്മെൻറ്റ് റെസീറ്റ് ഹാജരാക്കിയാൽ മതി. പിന്നെ ഒഴിവുള്ള സീറ്റുകളുടെ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് രജിസ്ട്രാർ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് സർക്കുലറിൽ. നിങ്ങൾക്ക് സർക്കുലർ കേരള സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മാക്സിമം കമൻസിന് മറുപടി തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.